ഹായ്, ഞാൻ ഡോക്ടർ ദിവ്യ. ഹെയറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോസ് എന്ന് പറയാം. ഹെയർ ലോസിനും അതുപോലെ തന്നെ ഹെയർ തിന്നിങ്ങിനും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കോസാണ് നമ്മൾ എടുക്കുന്ന ക്രാഷ് ഡയറ്റുകൾ. ക്രാഷ് ഡയറ്റുകൾ മീൻസ് നമ്മൾ ഇന്നലെ വരെ നല്ലപോലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നാളത്തെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തോന്നും, ഞാൻ ഭയങ്കരമായിട്ട് തടി വെച്ച് വരുവാണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡയറ്റ് ചെയ്തിട്ട് ഒരു 3 മാസം കൊണ്ടൊക്കെ എനിക്ക് ഇത്ര kg കുറച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 2 മാസം കൊണ്ട് 10, 15, 20 കിലോ ഒക്കെ പെട്ടെന്ന് അങ്ങ് കുറയ്ക്കും. അപ്പോൾ ഈ കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ ഡെഫിഷ്യൻസി നല്ല രീതിയിൽ പീക്ക് ലെവലിലെത്തും. ഇങ്ങനെ പീക്ക് ലെവലിലെത്തുമ്പം നമ്മുടെ ഒരുപാട് ഹോർമോൺസുകൾ അല്ലെങ്കിൽ ഒരുപാട് വൈറ്റമിൻസ്, ഫോളിക് ആസിഡ്, അങ്ങനെ ഹെയറിന്റെ ഗ്രോത്തിനുള്ള ഒമേഗ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വൈറ്റമിൻസ്, ബയോട്ടിൻ, കാൽഷ്യം, അപ്പോൾ ഇങ്ങനെയുള്ള വൈറ്റമിൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ബോഡി ഒരു സ്ട്രെസ്സിൽ കൂടെ പാസ് ചെയ്ത് പോവുകയും ചെയ്യും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻഷൻ അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി ഒരു സ്ട്രെസ്സിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ പ്രോട്ടീൻ എവിടെയൊക്കെ നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരാളാണ് ഹെയറും. സോ അവിടെ നിൽക്കുന്ന പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണം ഹെയറും ഒരുപാട് കൊഴിഞ്ഞു പോവുകയും അതിന് തിന്നിങ് വരികയും ചെയ്യും. അതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളെ കൺസൾട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ഒരു ഭൂരിഭാഗം ലേഡീസിനോട് നമ്മൾ, ഇപ്പോൾ സ്ത്രീകളാണ് പൊതുവെ അങ്ങനെ ചെയ്യുക, നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊന്ന് തടി വെക്കും അല്ലേ. അപ്പോൾ തടി വെക്കുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് കയറാതെ വരികയൊക്കെ ബുദ്ധിമുട്ടാകുമ്പോഴത്തേക്കും എല്ലാ സ്ത്രീകളും പെട്ടെന്ന് തന്നെയുള്ള ക്രാഷ് ഡയറ്റുകൾ എടുക്കുന്നത് അവരുടെ ഹെയർ തിന്നിങ്. കാരണം ഒരു 50 മുതൽ 60% ഹെയറിൽ ഇപ്പോൾ കഷണ്ടി കൂടുതലായിട്ട് കാണിക്കുന്നത് ഇപ്പം സ്ത്രീകളിലാണ്. അതിനുള്ള പ്രധാന കാരണം ഈ ഡയറ്റിങ് ഇതിനകത്തൊരു പ്രധാന കാരണമാണ്. അപ്പോൾ നിങ്ങൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്ലോലി നമ്മുടെ ബോഡി ഒരു അതുവരെ സംഭവിച്ചിട്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അത് വളരെ സ്ലോലി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പതുക്കെ ഡയറ്റിങ്ങിലോട്ട് കയറുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹെയറിന് ഡാമേജ് കാര്യങ്ങളൊന്നും വരത്തില്ല. അല്ലെങ്കിൽ ഹെയർ തിന്നിങ്ങും അതുപോലെ തന്നെ കഷണ്ടിയും സ്ത്രീകൾക്ക് അധികമായിട്ടൊന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രാഷ് ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ച് മാത്രം ഡയറ്റിങ് ചെയ്യാം. താങ്ക്